നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ രേവതിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം ദേവുവിന്റെ വിവാഹം അത് സച്ചേട്ട സമ്മതിക്കാത്തതുകൊണ്ട് മാത്രമാണ് നടക്കാത്ത. സച്ചേട്ടൻ ഒരു വാക്ക് പറയുകയാണെങ്കിൽ അമ്മ സമ്മതിക്കും, ദൈവന്റെ വിവാഹം നടക്കും, ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തിണ്ടായിരുന്നില്ല. രവീന്ദ്രൻ രേവതിയെ സമാധാനിപ്പിച്ചു. മോള് വിഷമിക്കൊന്നും വേണ്ട, അവൻ ഇങ്ങോട്ട് വരട്ടെ, അവനോട് ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി വരാൻ വേണ്ടി രേവതി കാത്തിരിക്കുവാണ്. ഈ സമയത്ത് അരുൺ എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. കാരണം തനിക്ക് വേണ്ടിയിട്ടാണ് അവള് ഇപ്പൊ ഹോസ്പിറ്റലായിരിക്കുന്നേ. അവൾക്ക് തന്നെ മറക്കാൻ പറ്റില്ല. വീട്ടിൽ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയാലും അവളുടെ മനസ്സ് നിറയും താനാണ്. എന്ത് ചെയ്യണമെന്ന് അറിയണമെന്ന് അറിയത്തില്ല. ഒരു കാരണവശാലും അവൾ തന്നോടൊപ്പം ഇറങ്ങി വരത്തൊന്നുമില്ല, വീട്ടുകാരുടെ സമ്മതമില്ലാതെ. അല്ലായിരുന്നെങ്കിൽ അവളെ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന് വിവാഹം കഴിക്കായിരുന്നു. അതിന് അവൾക്ക് സമ്മതമല്ലെന്നുള്ള കാര്യം അവള് പറഞ്ഞു. എല്ലാവരുടെ അനുഗ്രഹത്തോട് കൂടി വേണം തന്റെ ജീവിതത്തിലേക്ക് വരാനെന്ന് അവള് തന്നോട് പറഞ്ഞ്. അങ്ങനെ വിഷമിച്ചാണ് അരുൺ വീട്ടിലേക്ക് വരുന്നത്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും അരുണിന്റെ അമ്മ ചോദിച്ചു, എന്താടാ എന്ത് പറ്റി, നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അരുണ് അമ്മയോട് കാര്യങ്ങളൊക്കെ പറയണം. അമ്മേ, ഇതുപോലെയാണ് കാര്യങ്ങൾ, ദേവു ഹോസ്പിറ്റലിലാന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. മോനെ, ഞാൻ നോക്കിയിട്ട് ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ. നീയും അവളും തമ്മിൽ ഒന്നാവുമെന്ന് എനിക്ക് തോന്നില്ല. സച്ച് സമ്മതിക്കാത്തടത്തോളം കാലം അത് ശരിയാവുന്നു തോന്നില്ല. നീ അവളെ മറക്കുന്നതാ നല്ലത്. മറക്കാനാ ഞാനാ? അതേടെ മോനെ, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ തന്നെ അവൾക്ക് എത്രമാത്രം ടെൻഷൻ ഉണ്ടെന്ന്. ഒരു പക്ഷേങ്കില് ഇനി അത് കൂടി വരത്തുള്ളൂ. അപ്പൊ പിന്നെ നീ അവളെ മറക്കുന്നല്ലേ നല്ലത്. അത് ഈ ജന്മത്തിലുണ്ടാകത്തില്ലമ്മേ. എന്നെ അവൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. ആ സച്ചിയുടെ ഈഗോടെ പേരില്ല, അവന്റെ വാശി കാരണം ഞങ്ങളുടെ വിവാഹം നടക്കാത്തെ. അവനൊരു വാക്കു പറയുവാണെങ്കിൽ ദേവുവിന്റെ അമ്മയെ വിവാഹത്തിന് സമ്മതിക്കും. അതെനിക്ക് 100% ഉറപ്പുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോ അരുണിന്റെ അമ്മ പറഞ്ഞു, അതെ, നിനക്ക് ഉറപ്പുണ്ടോ? അവള് നീ വിളിച്ചിട്ട് നിന്നോടൊപ്പം ഇറങ്ങി വരുമോ? അങ്ങനെ ഇറങ്ങി വരുമെന്നൊന്നും തോന്നില്ലമ്മേ. പിന്നെ എന്ത് ചെയ്യാനാടാ? അവരുടെ വീട്ടുകാർ സമ്മതിച്ചില്ലേ നിനക്ക് അവളെ കിട്ടുമോ? നീ ഇങ്ങനെ കാത്തിരിക്കേണ്ടതായിട്ട് വരും, അറിയാലോ. എത്ര കാത്തിരുന്നാലും കുഴപ്പമില്ല, എനിക്ക് അവളെ മതിയുമേ. അവളില്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഇല്ലെങ്കിൽ എനിക്ക് വിവാഹം വേണ്ട. എടാ മോനെ, ഈ അമ്മ പറയുന്നൊന്ന് കേൾക്ക. അവര് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നില്ല. സച്ചിക്ക് നിന്നോട് അത്രയ്ക്ക് ദേഷ്യമല്ലേ? അല്ലായിരുന്നെങ്കിലോ? എനിക്കറിയാം അവന്റെ ദേഷ്യം എന്നോടാണ്. 2-3 വട്ടം ഞാനും അവൻ തമ്മിൽ ഏറ്റുമുട്ടിയല്ലോ, അതാണ് അവന്റെ ദേഷ്യത്തിന് കാരണം. പക്ഷെ എനിക്ക് ഈ ദേഷ്യത്തിന്റെ പേരിൽ എന്റെ ദേവുവിനെ നഷ്ടപ്പെടുത്താനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എതിർത്താലും അവൾ എന്റെ ഭാര്യയായിട്ട് വരിക തന്നെ ചെയ്യും. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അതും പറഞ്ഞുകൊണ്ട് അരുൺ മുറിയിലേക്ക് കയറിപ്പോയി. അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം തന്റെ മകന്റെ ജീവിതം ഒത്തിരി ആഗ്രഹിച്ചാണ് എത്രയും പെട്ടെന്ന് അവന്റെ കല്യാണം നടക്കണമെന്ന്. ദേവുവിന് ഇഷ്ടമാന്ന് പറഞ്ഞപ്പോഴും ഇതിനൊന്നും പറഞ്ഞില്ല. നല്ല കുട്ടിയാന്ന് മനസ്സിലാവുകയും ചെയ്തു. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും സച്ചി വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ രേവതി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സച്ചി വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേനും രേവതി പറഞ്ഞു, സച്ചിയേട്ടാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത്? നിനക്ക് എന്താ സംസാരിക്കാനുള്ളേ? സച്ചിയേട്ടാ, ഞാൻ പറയുന്നുണ്ടോന്ന് തോന്നരുത്. ദേവുവിന്റെ അരുണിന്റെ വിവാഹം നമ്മൾ നടത്തി കൊടുക്കണം. സച്ചിയേട്ടൻ അതിന് സമ്മതിക്കണം എന്ന് പറഞ്ഞു. നടത്തി കൊടുക്കാനോ? അതെ, ഇപ്പോഴത്തെ ദേവുവിന്റെ അവസ്ഥ കണ്ടല്ലോ. അവൾക്ക് നല്ല ടെൻഷനുണ്ട്. കാരണം അരുൺ നല്ലവനാണ്, അത് അവൾക്ക് മനസ്സിലായതുകൊണ്ടല്ലേ. അല്ല, ഇനിയിപ്പോ അവളുടെ വിധി അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവരായി, അവരുടെ ഇതായി. പിന്നെ വരുന്ന എന്താന്ന് വെച്ചാൽ അവൻ അനുഭവിച്ചോളും. ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞിട്ടും ഇനിയിപ്പോ അവൻ കൊള്ളരുതാത്തനാണെങ്കിൽ അത് അവള് നോക്കിക്കോളൂല്ലേ. പിന്നെ സച്ചിയാണ് എന്തിനാ എന്റെ ഇടയ്ക്കിലേക്ക്? ഓഹോ, നിനക്ക് അങ്ങനെയാണ് എന്നെ കുറിച്ച് തോന്നിയിരിക്കുന്നത്. അവൾ ആരാന്ന് നിനക്കറിയാവോ? അവൾ എന്റെ അനുജത്തിയാണ്. അപ്പൊ അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകാൻ വേണ്ടിയാ ഞാൻ ആഗ്രഹിക്കണേ. അത് കേട്ട് കഴിഞ്ഞപ്പം രേവതി പറഞ്ഞു, സച്ചേട്ടാ, അതൊക്കെ ശരി തന്നെയാ. പക്ഷെ ഇന്ന് തന്നെ കണ്ടില്ലേ, 3-4 ദിവസമായി അവള് നേരെ ചൊവ്വേ ഫുഡ് കഴിച്ചിട്ട്. അവൾക്ക് അത്രയ്ക്ക് ടെൻഷനുണ്ട്. എന്നിട്ട് സച്ചേട്ടൻ എന്താ ഇത് അതൊന്നും കാണാതെ, അവളുടെ ഭാഗം കാണാത്തെ. സച്ചേട്ടൻ എപ്പോഴും സച്ചേട്ടനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. സച്ചി പറഞ്ഞു, എനിക്കറിയാം, പക്ഷേ എനിക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അവനെപ്പോലുള്ള ഫ്രോഡ് അവളെ വിവാഹം കഴിക്കുന്നേക്കാളും ഭേദം അവളെ നമ്മളങ്ങോട്ട് കെട്ടിത്താഴ്ത്തുന്നതായിരിക്കും. എടി, നിനക്ക് അവനെക്കുറിച്ച് നന്നായിട്ട് അറിയാലോ. എത്ര വട്ടം അവൻ എന്നെ കൊടുക്കാൻ നോക്കിയത്. ഒരു കാരണമില്ലാതെ ചെലി പിടിച്ചിടാൻ നോക്കിയതല്ലേ. എന്റെ പിന്നാലെ വന്ന് എന്നെ കൊല്ലാൻ വരാൻ നോക്കിയവനല്ലേ അവന്. എന്നിട്ടാണ് നീ അവന് സപ്പോർട്ട് ചെയ്യുന്നത്. സച്ചേട്ടാ, അതൊക്കെ ശരി തന്നെ. ഒരു പക്ഷെ അതൊക്കെ സച്ചേന്റെ ഒരു തെറ്റിദ്ധാരണയാണെങ്കിലോ? തെറ്റിദ്ധാരണ? അതെ, നിങ്ങൾ തമ്മിലുള്ള ഈഗോ പ്രശ്നമാണ് ഇതിന് കാരണം. അതങ്ങോട്ട് മാറ്റി വെക്കുവാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു.
ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്കിതിന് സമ്മതമല്ല. അതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് സച്ചി അകത്തേക്ക് കയറിപ്പോയി. രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഭ്രാന്ത് പിടിക്കുന്നതോട് തോന്നി. അങ്ങനെ സച്ചി അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ രവീന്ദ്രൻ പറഞ്ഞു, എടാ മോനെ, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കണ്ട. എന്താ അച്ഛാ? അല്ല, എനിക്ക് വേറൊന്നുമല്ല, ദേവുവിനെ കുറിച്ചാണ് പറയാനുള്ളത് അച്ഛാ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം ദേവും അരുണും തമ്മിൽ കല്യാണം കഴിച്ചാൽ ശരിയാകത്തില്ല. അച്ഛൻ അറിയാവുന്നതല്ല അവന്റെ സ്വഭാവം എന്താന്ന്. എത്ര വട്ടം അവനെന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച, എന്റെ പിന്നാലെ നടന്ന് അവൻ വേട്ടയാടുമായിരുന്നല്ലോ. അവന്റെ സ്വഭാവം ഒട്ടും ശരിയല്ല, പക്ക ഫ്രോഡാ അവന്. എടാ മോനെ, അത് ചിലപ്പോൾ നിനക്ക് തോന്നിയതാണെങ്കിലോ. ഇപ്പൊ നിന്റെ സ്വഭാവം, നീ അവനോട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. അപ്പൊ നിന്റെ സ്വഭാവം പോലെ നല്ലവനാണെങ്കിലോ ചിലപ്പോൾ അവനും, ചിലപ്പോൾ നീ അവനോട് എതിരിടാൻ പോയെങ്കിൽ അതുകൊണ്ടാണെങ്കിലും അവൻ ഇങ്ങനെ വാശി കാണിച്ചേ. അതെ, അവളുടെ ഇഷ്ടം നടത്തി കൊടുക്കുന്നതല്ല നല്ല. ദേവുവിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് നടത്തി കൊടുക്ക്. വെറുതെ വാശി പിടിക്കേണ്ട കാര്യമില്ല. അവളുടെ ജീവിതം താർക്കരുത്. രേവതിക്കും ആ കുടുംബത്തിന് എത്രമാത്രം വിഷമമുണ്ടെന്നറിയാവോ? നീ പറയുവാണെങ്കിൽ ലക്ഷ്മി സമ്മതിക്കും. ഇല്ലച്ചാ, ഞാൻ ഒരിക്കലും അതിന് സമ്മതിക്കില്ല. എടാ, നീ ഇങ്ങനെ വാശി പിടിച്ചാലോ? ഇതിന്റെ വാശിയല്ല, ദേവുവിന്റെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടാ. അതും പറഞ്ഞ് സച്ചി അങ്ങോട്ട് കയറിപ്പോയി. രവീന്ദ്രൻ എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. താൻ പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലായി. അങ്ങനെ ഊണ് കഴിക്കാനിരിക്കുന്ന സമയത്തൊന്നും രേവതിയോട് കാര്യമായിട്ട് മിണ്ടിയില്ല. രേവതിക്കും ഭയങ്കര വിഷമായിരുന്നു. രേവതി ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചു, എന്ത് വന്നാലും ശരി, ഉറപ്പായിട്ടും താൻ ദേവുവിന്റെ അരുണിന്റെ വിവാഹം നടത്തിയിരിക്കും. അവളുടെ മനസ്സിൽ ഇഷ്ടമുള്ള പുരുഷൻ ആരാണോ അവരുടെ വിവാഹം നടത്തും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സറിയുണ്ടായിരുന്നത്. അന്നത്തെ രാത്രി കിടക്കുന്ന സമയത്തും സച്ചി രേവതിയുടെ ഒരു അകലം കാണിച്ചു. രേവതി പക്ഷെ മൈൻഡ് ചെയ്യാൻ പോയില്ല. സച്ചിയേണ്ട മനസ്സിലെ ആഗ്രഹം നടപ്പാക്കണം. തന്റെ അനുജത്തിയുടെ ജീവിതം സേഫ് ആക്കേണ്ട തന്റെ ഡ്യൂട്ടിയാണ്. ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ശരി, അതങ്ങനെ വിട്ടുകൊടുക്കാണ്ട് രേവതി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ സച്ചിക്ക് സ്കൂളിൽ പിള്ളേരോട്ടം ഉണ്ടായിരുന്നു. സച്ചി രാവിലെ തന്നെ എഴുന്നേറ്റ് പോയി. രേവതി എങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി അത് മൈൻഡ് ആക്കാതെ പെട്ടെന്ന് തന്നെ പോയി. രേവതിക്ക് മനസ്സിലായി തന്നോടും ദേഷ്യമാണ്. രേവതി അത് കാര്യമാക്കാനായിട്ട് പോയില്ല. അങ്ങനെ സച്ചി ആദ്യത്തെ ഓട്ടം പോയി. അപ്പൊ ഈ സമയത്ത് വിമലയാണ് ആദ്യം കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നത്. കാരണം ശ്രുതിക്ക് പോകാൻ പറ്റില്ലല്ലോ. ശ്രുതിയെയും ഇനിയിപ്പോൾ ആദ്യം എങ്ങാനും അവിടെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ സച്ചി സത്യങ്ങളൊക്കെ തിരിച്ചറിയുമല്ലോ. അങ്ങനെ രാവിലെ ഓട്ടം പോയി. സ്കൂൾ ബസ്സിൽ ഓട്ടം പോയി സച്ചി മടങ്ങി വരുവാണ്. പിന്നെ പകലൊക്കെ സച്ചിക്ക് ഓട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം സ്കൂൾ കുട്ടികളെ എടുക്കാൻ പോവാണ്. ആ സമയത്ത് ആദ്യം സ്കൂളിൽ നിന്നും കൊണ്ട് ഇറങ്ങി വരുന്നേ വിമല വന്നിട്ടുണ്ടായിരുന്നില്ല ആദ്യം കൂട്ടിക്കൊണ്ട് പോകാനായിട്ട്. അങ്ങനെ ആദ്യം നോക്കുന്ന സമയത്ത് സച്ചി എങ്ങോട്ടേക്ക് സ്കൂൾ ബസ്സിന്റെ അടുത്തേക്ക് വരുന്ന കണ്ടു. ഒരു നിമിഷം ആദ്യക്ക് എന്തിനാണെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ സച്ചി അങ്കിളിനോട് പോയി മിണ്ടിയിട്ടുണ്ടെങ്കിൽ അമ്മ വഴക്ക് പറയോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു മനസ്സിൽ. അമ്മമ്മയും ഒക്കെ ചിലപ്പോൾ വഴക്ക് പറയോ എന്നൊരു ഭയം. അങ്ങനെ ആദ്യം ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് സച്ചി ആ കാഴ്ച കാണുന്ന ആദ്യം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സച്ചി ഒരു നിമിഷം അമ്പരുന്നു. ഇവൻ ഇവിടുത്തെ സ്കൂളിലാണോ എന്നൊരു ചിന്ത. എടാ, ആദ്യം വിളിച്ചോണ്ട് സച്ചി അരിയിലേക്ക് വരുവാണ്. ആദ്യക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആകെപ്പാടൊരു വെപ്രാളമായിപ്പോയി. കുഞ്ഞു മനസ്സല്ലേ, അവന് സച്ചിനെ അത്രയ്ക്ക് ഇഷ്ടമാണ് താനും. അതുകൊണ്ട് അവനൊന്നും മിണ്ടാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. സച്ചിക്ക് ഭയങ്കര സന്തോഷമായി. ആദ്യം കണ്ടതിന്റെ ഒരു സന്തോഷമായിരുന്നു. എന്താണെങ്കിലും ശ്രുതി ആദ്യം ഇത്രയും നാളും മറച്ചു വെച്ചു. അത് മാത്രമല്ല, സച്ചിൻ രേവതിയും കാണാതിരിക്കാൻ വേണ്ടി വേറെ സ്കൂൾ മാറ്റിയത്. ഒടുവിലെ സച്ചിയുടെ മുന്നിൽ തന്നെ ആദ്യം വന്ന് പെടുവാണ്. അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.